ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വേറെ പുതിയൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് 10ാം ക്ലാസ്സിലെ സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിലെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്ന 3-4 ഫോർമുലാസ് അതിലുണ്ട്, മീൻ, മീഡിയൻ, മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇന്ന് നമുക്ക് മോഡ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്സ് ചാപ്റ്ററിലാണ് മോഡ് റിലേറ്റീവ്, മീൻ, മീഡിയൻ, മോഡ് 3 മോഡൽ ക്വസ്റ്റ്യൻസ് വരും നിങ്ങൾക്ക്. അതിൽ മോഡ് വെച്ചിട്ട് മോഡ് കണ്ടുപിടിക്കുക. ഒരു ഗ്രൂപ്പ് ഓഫ് ഡേറ്റ കൊടുത്തിട്ട് അതിന്റെ മോഡ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവം ഇന്ന് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് റിലേറ്റ് ചെയ്തൊരു പ്രോബ്ലം നമുക്കിന്ന് ചെയ്യാം. അപ്പൊ അതിന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തേക്കും. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ബോക്സ് എല്ലാം വരച്ചിട്ട് നീറ്റായിട്ട് വേണം ആ ഗിവൺ ഡേറ്റ എല്ലാം എഴുതേണ്ടത്. ഡേറ്റാസ് ഓരോന്നും നിങ്ങൾ എഴുതുമ്പോഴത്തേനും നോക്കണം കറക്റ്റ് വാല്യൂസ് ആണോ നിങ്ങൾ എഴുതിയതെന്നൊക്കെ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ആ വാല്യൂസ് കോപ്പി ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ഫസ്റ്റ് നമുക്കിവിടെ ഒരു കൊടുത്തിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, എ സർവേ കണ്ടക്ടഡ് ഓൺ 20 household in a locality by a group of students resulted in the following frequency table for the number of family members in the household. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മോഡ് ഓഫ് ദിസ് ഡേറ്റ എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റില് ഫാമിലി സൈസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ നമ്പർ ഓഫ് ഫാമിലീസും കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് ഫാമിലീസ്, അപ്പൊ ഇത് രണ്ടിനെ ഞാൻ 2 കോളത്തിലായിട്ട് ഞാൻ എഴുതി. അത് കഴിഞ്ഞ് ഫാമിലി സൈസ് എന്ന് പറയുന്നത് 1 to 3, 3 to 5, 5 to 7, 7 to 9, 9 to 11 ഒരു ഇന്റർവെൽ ഫോമിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ ഓഫ് ഫാമിലീസ് വന്നിട്ട് 7, 8, 2, 2, 1 ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ മോഡ് കണ്ടുപിടിക്കാനാണ്. മോഡെന്നും ചോദിക്കും, ഇല്ലെങ്കിൽ മോഡൽ ഏതായിരുന്നാലും ഫോർമുല സെയിം തന്നെയാണ്. അപ്പൊ മോഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല എന്ന് പറയുന്നത് മോഡ് ഈസ് ഈക്വൽ ടു L പ്ലസ് F1 മൈനസ് F0 ഡിവൈഡഡ് ബൈ 2F1 മൈനസ് F0 മൈനസ് F2 ഇൻറ്റു H. ഇതാണ് മോഡ് കണ്ടുപിടിക്കേണ്ട ഫോർമുല. ഇതില് ഈ വാല്യൂസ് ഒക്കെ ഞാൻ എന്താണെന്ന് പറഞ്ഞുതരാം. L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ആണ്. F1 F2, F1, F0, F2 എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസീസ് ആണ്. H എന്ന് പറഞ്ഞാൽ ആ ക്ലാസ് ഇന്റർവെലിന്റെ ഹൈറ്റ് ആണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ ഗിവൺ ഡേറ്റ, ഇതാണ് നമ്മൾ എപ്പോഴും ഫ്രീക്വൻസി ആയിട്ട് എടുക്കുന്നത്. ഈ ഗിവൺ ഡേറ്റയില് ഹയസ്റ്റ് ഫ്രീക്വൻസി ഏതെന്ന് നോക്കണം. ഇപ്പൊ 7, 8, 2, 2, 1 കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹയസ്റ്റ് ഫ്രീക്വൻസി എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും 8 ആണ്. 8 ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി. അപ്പൊ ഈ ഹയസ്റ്റ് ഫ്രീക്വൻസിയെ നമ്മൾ എപ്പോഴും F1 ആയിട്ട് എടുക്കുക. ഹയസ്റ്റ് ഫ്രീക്വൻസി F1, ഇതിന്റെ ജസ്റ്റ് മേലെയുള്ള ടേം അതിനെ നമ്മൾ F0 എന്ന് എടുക്കുക. ഈ F1ന്റെ ജസ്റ്റ് താഴെയുള്ള ടേമിനെ നമ്മൾ F2 ആയിട്ട് എടുക്കുക. അപ്പൊ F0, F1, F2 ഏതാണോ ഹയസ്റ്റ് ഫ്രീക്വൻസി അത് F1, അതിന്റെ ജസ്റ്റ് മേലെയും അതിന്റെ ജസ്റ്റ് താഴെയുള്ള ടേംസിനെ F0, F2 ആയിട്ട് എടുക്കുക. ഇനി ഹയസ്റ്റ് ഫ്രീക്വൻസി F1 നമ്മൾ കണ്ടുപിടിച്ചല്ലോ, അതിന്റെ ജസ്റ്റ് നേരെയുള്ള ഒരു ക്ലാസ് ഇന്റർവെൽ നോക്കാം. ആ ക്ലാസ് ഇന്റർവെൽ ഇപ്പൊ 3 to 5 ആണ് കണ്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ലോവർ ലിമിറ്റ്, ഇത് അപ്പർ ലിമിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ L ഈസ് ഈക്വൽ ടു 3, ലോവർ ലിമിറ്റ് ഈസ് ഈക്വൽ ടു 3. അപ്പൊ വാല്യൂസ് അപ്ലൈ ചെയ്യുക. 3 പ്ലസ് Lന്റെ പ്ലേസിൽ 3 എഴുതി. 3 പ്ലസ് F1 മൈനസ് F0. F1 എന്ന് പറയുമ്പോഴത്തേന് 8, 8 മൈനസ് F0 എന്ന് പറയുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 2F1, 2 into 8 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ് F0 എന്ന് പറയുമ്പോഴത്തേനും 7 മൈനസ് F2 എന്ന് പറയുമ്പോഴത്തേനും 2 ഇൻറ്റു H. H എന്ന് പറഞ്ഞാൽ ഇതിന്റെ ആ ഒരു ഇന്റർവെലിന്റെ ഹൈറ്റ് ആണ്. ഇപ്പൊ 1ഉം 3ഉം ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുമ്പോഴത്തേന് 2 ആണ്. 3 മൈനസ് 1 ചെയ്യുമ്പോഴത്തേന് 2 കിട്ടും. അതേപോലെ ഇതും 2 ആണ്. എല്ലാത്തിലും H എപ്പോഴും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പൊ ആ ഇന്റർവെലിന്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 2H ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2. ഇനി നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുക. 3 പ്ലസ് 8 മൈനസ് 7 നമുക്കറിയാം 1 ആണ്. ഇനി മൈനസ് 7 മൈനസ് 2 മൈനസ് 9. അപ്പൊ 16 മൈനസ് 9 എന്ന് പറയുമ്പോഴത്തേനും 7 വരും. ബ്രാക്കറ്റിന്റെ വെളിയിൽ 2 വരും. ഓക്കെ വാ. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മളിവിടെ ഈ ഒരു ടേം ഇൻഡൂലല്ലേ കിടക്കുന്നത്.
അപ്പൊ ഈ 2ഉം ഈ താഴെ കിടക്കുന്ന ടേമും കൂടെ കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് ചെയ്യുന്നതായിരിക്കും ഈസി. പക്ഷെ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി പറ്റൂല, 2ഉം 7ഉം ആണ്. അപ്പൊ അതെന്തായാലും കട്ട് ആവൂല. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫ്രാക്ഷൻ കണ്ടുപിടിക്കുക, അതിന്റെ ഡെസിമൽ വാല്യൂ കണ്ടുപിടിക്കുക. 2നെ 7 വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോഴത്തേനും 7 2s are 14 വരും, 6 വരും, ഒരു 0 പോട്ടാല് 8 വരും. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു 3 പ്ലസ് ഇതിന്റെ ഫ്രാക്ഷൻ 2/7 ഫ്രാക്ഷൻ ചെയ്യുമ്പോഴത്തേനും 0.28 എന്ന് വരും. അപ്പൊ 3 പ്ലസ് 0.28 ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് 3.28 എന്ന് വരും. ദിസ് ഈസ് ദ മോഡ്. മോഡെന്നോ മോഡലെന്നോ പറയാം നമുക്ക്. ഭയങ്കര ഈസി ആയിട്ടുള്ള ഇതാണ്. ആ ഫോർമുല നമ്മൾ ഓർമ്മിച്ച് വെക്കുക. L plus F1 minus F0 divided by 2F1 minus F0 minus F2 into H. ഈ ഫോർമുല കറക്റ്റ് ആയിട്ട്. പിന്നെ F1 F2 എന്ന് പറഞ്ഞാൽ എന്തോ ആണ്, ആ ടൈമിൽ നമുക്കൊരു കൺഫ്യൂഷൻ വരും, ഏത് ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത്. അപ്പൊ ഹയസ്റ്റ് ഫ്രീക്വൻസിനെ F1 ഫസ്റ്റ് പ്ലേസിൽ എടുക്കുക, ഹയസ്റ്റ് ഫ്രീക്വൻസിനെ F1 ആയിട്ട് എടുക്കുക, ബാക്കിയുള്ള വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കുക, ജസ്റ്റ് അപ്ലൈ ചെയ്യുക, നമുക്ക് ആൻസർ കിട്ടും. അപ്പൊ ഈസി ആയിട്ട് നമുക്കൊരു 2 മാർക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവർക്കും ഈ ഒരു സമ്മ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അഭിപ്രായമോ ഡിസിഷൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് അടിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും കമന്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്തൊരു വീഡിയോയിലൂടെ അടുത്തൊരു സംഭവമായിട്ട് കാണാം. ബൈ ബൈ.